നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്നിലധികം തവണ ലോട്ടറി അടിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ചെറിയ തുകയാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് അടിക്കുന്ന ചില ആളുകളുണ്ട്. ഇവർക്ക് അപ്രതീക്ഷിതമായി പല സൗഭാഗ്യങ്ങൾ കടന്നു വരികയും അവർ ഏറെ സമ്പത്ത് നേടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഭാഗ്യം നിമിത്തം സമ്പത്ത് കൈവരുന്നവർ രഹസ്യമായി ഉപാസിക്കുന്ന 3 മന്ത്രങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ മന്ത്രം നിത്യവും ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുകയും നിങ്ങൾക്കും പല മാർഗങ്ങളിലൂടെ സമ്പത്ത് കൈവരികയും ചെയ്യുന്നതാണ്. പലരും ഇത്തരം മന്ത്രങ്ങൾ കേട്ടതിനു ശേഷം ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് ഈ മന്ത്രങ്ങളെ അവഗണിക്കുന്നതായാണ് കണ്ടുവരുന്നത്. എന്നാൽ നിങ്ങൾ ഒരു 41 ദിവസം ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലി നോക്കൂ. അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചുറ്റിലുള്ള ചിലർ സ്ഥിരമായി ലോട്ടറി എടുക്കുമെങ്കിലും അതിൽ ഒരു പ്രൈസ് പോലും അവർക്ക് ലഭിക്കാറില്ല. ചിലർക്കാണെങ്കിൽ വളരെ അപൂർവമായി മാത്രമേ ഭാഗ്യലാഭം ഉണ്ടാകാറുള്ളൂ. ഇനി ചില ആളുകൾക്കാണെങ്കിൽ ലോട്ടറി അടിക്കുമെങ്കിലും അത്തരം പണം വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടും അതുകൊണ്ട് യാതൊരുവിധ ഗുണവുമില്ലാതെ ഇപ്പോഴും പഴയ പോലെ കടക്കാരനായി കഴിയുന്ന സ്ഥിതിവിശേഷമായിരിക്കും നിലവിലുള്ളത്. ഇത്തരം ദോഷങ്ങൾ മാറി സൗഭാഗ്യം ലഭിക്കുന്നതിനായി അവർ ധനദേവതകളുടെ മന്ത്രങ്ങളോ മറ്റോ നിത്യവും ജപിച്ചിട്ടും ഇപ്പോഴും ഒരു ഗുണമില്ലാതെ പഴയ കടക്കാരനായി ജീവിക്കുന്നവരായിരിക്കും പലരും. പല ആളുകൾക്കും സൗഭാഗ്യം വരുന്നതിലുപരിയായി അവരുടെ ജാതകാലുള്ളതോ ജീവിതത്തിൽ ഉള്ളതായ കടം എന്ന ദോഷത്തെ ഒഴിവാക്കുകയാണ് ഇതിൽ ആദ്യം വേണ്ടത്. ജാതകത്തിൽ കടത്തിന്റെ കാരകനായ ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയ്ക്ക് ദോഷമുള്ള എല്ലാവർക്കും ജീവിതത്തിൽ ശത്രുക്കളും കടവും വളരെയധികം ഉണ്ടാകും. ഇത്തരം ദോഷങ്ങളും മറ്റു ഗ്രഹപ്പിഴകളും ഒഴിവാക്കുന്നതിനായി ചൊവ്വയുടെ മന്ത്രമാണ് ആദ്യമായി ജപിക്കേണ്ടത്. ഓം ക്രാം ക്രീം ക്രൗം സ ഭൗമായ നമ. ഇത് ചൊല്ലാൻ പ്രയാസമുള്ളവർ ചൊവ്വയുടെ മൂലമന്ത്രങ്ങളായ ഓം ഭൗം ഭൗമായ നമ എന്ന മന്ത്രമോ അതല്ലെങ്കിൽ ഓം അങ്കാരകായ നമ എന്ന മന്ത്രമോ നിത്യവും ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ഒരു ചൊവ്വാഴ്ച ദിവസം കുളിച്ച് ശുദ്ധിയായി സൂര്യോദയത്തോടു കൂടി ജപിച്ചു തുടങ്ങാവുന്നതാണ്. ഈ മന്ത്രം ജപിക്കുന്നത് വഴി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കടങ്ങളെല്ലാം നീങ്ങുകയും ഇനി ഉണ്ടായേക്കാവുന്ന കടങ്ങളെയെല്ലാം തടയുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതി അറിയാത്തവരാണെങ്കിൽ അത്തരക്കാർക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഗണപതിയുടെ ഋണഹർത്ത ഗണേശ മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങാൻ ഏറ്റവും ഉത്തമം ചതുർത്ഥി ദിവസങ്ങളോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആണ്. ഒരു ദിവസം 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. അതിന് സാധിക്കാത്തവർ 9 തവണ ജപിക്കുക. ഇത്തരത്തിൽ തുടർച്ചയായി 41 ദിവസം ചെയ്യുക. ദിവസവും ഒരേ സ്ഥലത്തും ഒരേ സമയത്തും പ്രത്യേകിച്ച് രാവിലെ കുളി കഴിഞ്ഞ ശേഷം ശുദ്ധമായി ചെയ്യുന്നത് ഏറ്റവും ഫലപ്രദമാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് ഗണപതിയെ ധ്യാനിക്കുക. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങുന്നതായി മനസ്സിൽ കാണുക. വിഘ്നങ്ങൾ അകറ്റുന്ന ദേവനായ ഗണപതിയെ കടങ്ങൾ തീർക്കുന്ന രൂപത്തിൽ ആരാധിക്കുന്ന മന്ത്രമാണിത്. ഇവിടെ കൊടുത്തിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ പരമാവധിയും ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുക. അല്ലാതെ സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാൻ നിൽക്കരുത്. അതല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് അത് നോക്കി വായിക്കാൻ ശ്രമിക്കുക. മന്ത്രം ഇതാണ്: ഓം ശ്രീം ഗം ഋണഹർത്തായേ ഗം ശ്രീം ഓം ഗണപതയേ നമ. മേൽ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മന്ത്രം നിത്യവും ചൊല്ലിയ ശേഷം ഇനി പറയുന്നതിൽ ഏതെങ്കിലും ഒരു മന്ത്രം കൂടി അതിനൊപ്പം ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും വളരെ ഐശ്വര്യം നേടുകയും ചെയ്യുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് ധനത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും ഭാഗ്യം വർദ്ധിക്കുവാനും ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ മികച്ച ധനനേട്ടം ഉണ്ടാകാനും ഉതകുന്ന മന്ത്രങ്ങളെ പറ്റിയാണ്. ഇതിൽ ധനത്തിന്റെ അധിപതിയായി വിശ്വസിക്കുന്ന ദേവതയാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി ധനം മാത്രമല്ല സകല ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്ന ദേവതയാണ്.
അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ധനസമൃദ്ധിയും ലഭിക്കുന്നതിന് ഇടയാക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മിയൈ നമ. ഈ മന്ത്രം നിത്യവും 9 തവണ ജപിക്കുക. മന്ത്രം ജപിക്കേണ്ട രീതിയും ജപിച്ചു തുടങ്ങേണ്ട രീതിയും വീഡിയോയുടെ അവസാന ഭാഗത്ത് വിവരിക്കാം. അടുത്തതായി ധനസമൃദ്ധിക്കായി ജപിക്കേണ്ട ദേവതയാണ് മഹാദേവൻ. കുബേരനെ പോലും ധനവാനാക്കിയ ദേവതയാണ് മഹാദേവൻ. ആ കുബേരന്റെ ധനം പിന്നീട് നേടിയത് മഹാദേവന്റെ ഭക്തനായ രാവണനായിരുന്നു. അതിനാൽ തന്നെ മഹാദേവ ഭക്തന്മാർക്ക് ധനത്തിന് ഒരിക്കലും കുറവുണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതിനാൽ തന്നെ മഹാദേവന്റെ മന്ത്രമായ ശ്രീരുദ്രമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ശ്രീരുദ്രം മന്ത്രം നമ്മുടെ ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ നോക്കി വായിക്കാവുന്ന രീതിയിലാണ് മന്ത്രം കൊടുത്തിട്ടുള്ളത്. ഇത്രയും ബൃഹത്തായ മന്ത്രം ജപിക്കാൻ പ്രയാസമുള്ളവർക്ക് മഹാദേവന്റെ മന്ത്രമായ പഞ്ചാക്ഷരി മന്ത്രം, അതായത് ഓം നമഃശിവായ എന്ന മന്ത്രം 108 തവണ 41 ദിവസം മുടങ്ങാതെ ജപിക്കുക. മഹാദേവന്റെ അനുഗ്രഹത്താൽ താൻ ധനവാനാകുന്നത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കുവാൻ. അടുത്തതായി കനകധാര സ്തോത്രം. മഹാലക്ഷ്മിയെ പ്രകീർത്തിക്കുന്ന കനകധാര സ്തോത്രം അത്യധികം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഇരുന്നവർക്ക് പോലും ധനവർഷം ലഭിക്കാൻ കാരണമായതായി ഐതിഹ്യമുണ്ട്. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസമോ അതല്ലെങ്കിൽ പൗർണമി ദിവസമോ ആണ് മന്ത്രജപം തുടങ്ങേണ്ടത്. നിലവിലായതിനാൽ ധനുമാസത്തിലെ വ്യാഴാഴ്ചകളിലും മന്ത്രം ജപിച്ചു തുടങ്ങാൻ ഉത്തമമാണ്. ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഇത് പാരായണം ചെയ്യുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ മാറ്റാൻ സഹായിക്കും. ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് മനഃശുദ്ധിയോടെ ഈ സ്തോത്രം പാരായണം ചെയ്യുക. കനകധാര സ്തോത്രത്തിനോടൊപ്പം ശ്രീസൂക്തം മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. കനകധാര സ്തോത്രം ജപിക്കാൻ സാധിക്കാത്തവർക്ക് ശ്രീസൂക്തം ജപിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വളരെ മികച്ച മാർഗങ്ങളിൽ ഒന്നാണ്. അടുത്തതായി ഭാഗ്യസൂക്ത മന്ത്രം. യജുർവേദത്തിൽ പറയപ്പെടുന്ന ഏറ്റവും ശക്തമായ മന്ത്രമാണിത്. നിങ്ങളുടെ എല്ലാവിധ ഭാഗ്യശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും ധനസൗഭാഗ്യങ്ങൾ നേടുന്നതിനും ഏറ്റവും അനുകൂലമായ ഒരു മന്ത്രമാണ് ഭാഗ്യസൂക്ത മന്ത്രം. ഇത് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് സൂര്യനെ അഭിമുഖീകരിച്ച് നിന്ന് സൂര്യപ്രകാശം ശരീരത്തിൽ പതിക്കും വിധം നിന്ന് വേണം ചൊല്ലാൻ. ഈ മന്ത്രം 9 തവണ ചൊല്ലുക. പകൽ സമയത്ത് മാത്രം ഈ മന്ത്രം ചൊല്ലുന്നതാണ് ഉത്തമം. ഇപ്രകാരം 41 ദിവസം തുടർച്ചയായി ചൊല്ലുക. ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർ മിത്രാവരുണ പ്രാതരശ്വിന പ്രാതർഭഗം ഭൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസ്സോമമുദരുദ്രകം ഹുവേമ പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമതി ധൈര്യോ വിധർത്ത ആർദ്രശ്ചിദ്യം മന്യമാനസ്തുരശ്ചിദ്രാജ ചിദ്യം ഭഗം ഭക്ഷ്യേത്യാഹ. ഭാഗ്യസൂക്ത മന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട വരികൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ വരികൾ തെറ്റാതെ വായിച്ചു പഠിക്കാനായി ശ്രമിക്കുക. എന്നാൽ ഭാഗ്യസൂക്തം എന്നത് ഒരൽപ്പം വലിയ സൂക്തമാണ്. ഇത് മുഴുവനായും ജപിക്കാൻ കഴിയുമെങ്കിൽ വളരെ മികച്ചതായിരിക്കും. മേൽപ്പറഞ്ഞ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുൻപ് കുളിച്ചു ശുദ്ധിയോടെ ഇരിക്കുക. പൂർണ്ണമായ വിശ്വാസത്തോടെയും ഭക്തിയോടെയും മാത്രം മന്ത്രങ്ങൾ ജപിക്കുക. മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ മാത്രമാണ്. കടങ്ങൾ വീട്ടാനുള്ള പരിശ്രമവും കഠിനാധ്വാനവും മന്ത്രജപത്തിനോടൊപ്പം ഉണ്ടാകുകയും വേണം. ഇതിൽ പറയുന്ന 3 മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ധനപരമായ ക്ലേശങ്ങൾക്കും ലഭിക്കാനുള്ള ധനം കൈവിട്ടു പോകുന്ന അവസ്ഥകൾക്കും അങ്ങേയറ്റം പ്രയോജനം ലഭിക്കുന്നതാണ്. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വഴി തുറക്കുകയും ചെയ്യുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം. മന്ത്രങ്ങളുടെ ഫലം ലഭിക്കുന്നതിന് ഭക്തി, ശ്രദ്ധ, ചിട്ടയായ ജപം, നല്ല പ്രവർത്തികൾ എന്നിവ പ്രാധാന്യമാണ്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്.